എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വയനാട്ടിലൊരു പ്രളയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് സംഭവിച്ചാലും ചില കമൻറ്റുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവർ നല്ല ഇൻറ്റൻഷനിലൂടെ ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ കീഴിൽ വന്ന് അശ്ലീല ചുവയുള്ള പോസ്റ്റുകൾ ഇടുകയും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഈ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരത്തിൽ കുറേ ആളുകൾ കമൻറ്റുകളുമായി മുന്നോട്ട് വരികയും അവരിൽ പലരെയും ജനങ്ങൾ കൈകാര്യം ചെയ്യുകയും മറ്റു ചിലർക്കെതിരെ പോലീസ് നടപടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കൺമുന്നിൽ ഒരുപാട് ആളുകൾ വരും. അപ്പോൾ ഇവർക്കെതിരെ എങ്ങനെ പ്രതികരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. ഞാൻ ചിന്തിച്ചപ്പോഴത്തേനും എല്ലാവരും ചെയ്യുന്ന പോലെ അവരെ അക്രമം ആഹ്വാനം ചെയ്യുക എന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഞാൻ ചെയ്തത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ വയനാട്ടിലെ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരു നല്ല ഫാമിലി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് മുലപ്പാൽ നൽകാമെന്ന് സംബന്ധിച്ച് മുന്നോട്ട് വരികയുണ്ടായി. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നിരവധി മോശമായിട്ടുള്ള കമൻറ്റുകൾ അതിൻ്റെ പിന്നാലെ വരികയുണ്ടായി. ഇത്തരത്തിൽ കമൻറ്റ് ഇടുമ്പോഴത്തേനും ഇങ്ങനെ അശ്ലീല ചുവയുള്ള ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിൽ അമ്മയോ പെങ്ങളോ ഇല്ലയോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കും. ഈ ചോദ്യം ഇവർ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ ചോദ്യങ്ങളൊന്നും അവരെ ഏശാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള നിരവധി സൈക്കോസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇവർക്കെതിരെ ഈ ജോർജ് ഏട്ടൻ എന്ന് പറയുന്ന ഒരാൾക്ക് അടി കിട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോസ് കാണുകയുണ്ടായി. അതിൻ്റെ ഓതൻറ്റിസിറ്റി എനിക്കറിയില്ല. എന്തായാലും അടി കിട്ടിയെങ്കിൽ നല്ല കാര്യം, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ നമ്മളിങ്ങനെ ഒരാൾ അശ്ലീല ചുവകളുടെ കമൻറ്റ് ഇടുന്നു, നമ്മൾ അയാളെ തെറി വിളിക്കുക അല്ലെങ്കിൽ നമ്മൾ അയാൾക്കെതിരെ അക്രമം ആഹ്വാനം ചെയ്യുക, ഇതാണോ നമ്മൾ ചെയ്യേണ്ടത്? ഒരിക്കലും ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയില്ല. അപ്പം ഞാനും ചിന്തിച്ച് വെച്ചിരുന്നത് ഇതിനെതിരെ നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പ്രതികരിച്ച രീതി ശരിയാണോ എന്ന് എനിക്കറിയില്ല. ശരിയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ പ്രതികരിച്ചു. അത് അദ്ദേഹം ഇട്ടതുപോലെ അല്ലെങ്കിൽ അവർ ചെയ്തതുപോലെ മോശമായ കമൻ്റ് ഇടുകയോ ഒന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിനോയ് ലവ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ ഒരുപാട് വ്യൂസ് കയറി വരികയുണ്ടായി. 170 സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ നോക്കുന്ന സമയത്ത് ആ ചാനലിലുണ്ടായിരുന്നത്. ഈ 170 പേരെയും നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തത്? വൈറലാകാൻ ഒരുപാട് നല്ല മാർഗ്ഗങ്ങളുണ്ട്. ഇത്തരത്തിൽ നെഗറ്റിവിറ്റിയിലൂടെ അല്ല വൈറലാകേണ്ടത്. നെഗറ്റിവിറ്റിയിലൂടെ വൈറലായിക്കോളൂ. മറ്റൊരാളെ ദ്രോഹിക്കാതെ നിങ്ങൾ വൈറലായിക്കോളൂ. സന്തോഷ് പണ്ഡിറ്റ് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് വൈറലായത്. അദ്ദേഹം മറ്റാരെയും ദ്രോഹിച്ചിട്ടില്ല. അദ്ദേഹം ഒരു സിനിമ എടുത്തു, ആ സിനിമയുടെ പോരായ്മകളെ പറഞ്ഞിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്ത് അദ്ദേഹം പോപ്പുലറായത്. നെഗറ്റിവിറ്റിയിലൂടെ തന്നെയാണ് അദ്ദേഹം വൈറലായത്. അത്തരത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ. മറ്റൊരാളുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷമത്തിൽ വേദനയിൽ ചവിട്ടിയിട്ടല്ല നിങ്ങൾ നെഗറ്റീവ് കാണിച്ച് വൈറലാകേണ്ടത്. അപ്പോൾ അവൻ്റെ ഇവിടെ ഞാൻ കൊടുത്തേക്കാം അവൻ്റെ ചാനലിൻ്റെ ലിങ്ക്. അപ്പോൾ ഇവനെതിരെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നേരെ സൈബർ സെല്ലിന് ഞാൻ ഈ സാധനം അയച്ചു വിട്ടു. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങളും അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്തത് ശരിയാണെന്ന് എനിക്കറിയില്ല, മറ്റെന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. ഈ അക്രമത്തിൻ്റെയും തിരിച്ച് ചീത്ത വിളിക്കുന്ന മാർഗ്ഗങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നിയമപരമായി എങ്ങനെ ഇതിനെ നേരിടാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങളും നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന ഇത്തരം വിഷയങ്ങൾക്കെതിരെ ഈ തരത്തിൽ പ്രതികരിക്കണം. ഞാനിതൊരു മാതൃകയായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഇവൻ്റെ ചാനൽ വരുന്നത്. 172 സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ട്. ഇത് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടൻറ്റ് ഒന്ന് നോക്കാം. ഹലോ ഗൈസ്, ഉരുൾപൊട്ടലിൽ കാണാതായ അർജുൻ്റെ തലയിൽ ഈ ജിറാഫ് തൂർന്നത് നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചാൽ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചാൽ സാധിക്കില്ല. അങ്ങനെ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. വെച്ചുതരാം, ഞാൻ കറക്റ്റായിട്ട് വെച്ചുതരാം. ആദ്യം നമുക്ക് ഇവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ ഇവൻ്റെ ഈ ചാനലിനെ നമ്മൾ സൈബർ സെല്ലിന് അയച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൽ, ഈ ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിലാണ്. ഇത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതിലേക്ക് നമുക്ക് ഇവർക്ക് സൈബർ സെല്ലുകാർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ടാണ് ലിങ്ക് കോപ്പി ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ കണ്ട 2 വീഡിയോസിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഇതൊന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നേരെ സെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഞാൻ ടൈപ്പ് ചെയ്ത മെയിലൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ബഹുമാനപ്പെട്ട സാർ, വയനാട്ടിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഈ സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി അശ്ലീലവും ജനദ്രോഹവുമായ പോസ്റ്റുകളും വീഡിയോയും വന്നുകൊണ്ടിരിക്കുകയാണ്. വൈറലാകാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികൾക്കെതിരെ പ്രതികരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ പോലെ നേരിൽ പോയി ആരെയും ക്രൂശിക്കാൻ ഞാൻ ആളല്ല.
ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ട റിനോയ് ലവ് എന്ന യൂട്യൂബ് ചാനൽ ലിങ്ക് താഴെ കൊടുക്കുന്നു. വയനാട്ടിലെ ജനങ്ങളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുകയും അർജുനെ നഷ്ടമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം അപമാനിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നിരവധി വീഡിയോസുകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, താഴ്മയായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു നടപടി എടുത്ത് ഇത്തരക്കാർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പ്രതീക്ഷയോടെ മനു എം ജോൺ. നമ്മൾ എന്നിട്ട് ഇതിനകത്ത് നമ്മൾ അയക്കേണ്ട ആളുടെ അഡ്രസ്സ് അയക്കണം. നേരെ ഞാൻ ഗൂഗിളിൽ സൈബർ സെല്ലിൽ നിന്ന് അടിച്ചു കൊടുത്തു. സൈബർ സെൽ മെയിൽ ഐ ഡിന്ന് അയച്ചു കൊടുത്തു. കിട്ടിയ മെയിൽ ഐ ഡി ഞാൻ അയച്ചു. ഇത് ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ടുണ്ട്. സ്റ്റേറ്റ് വൈസ് എടുക്കാതെ ഞാൻ അല്ലാണ്ട് കണ്ടൊരെണ്ണമാണ് അയക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഈ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് സെൻഡ് ചെയ്യുകയാണ്. ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ ചെയ്ത മാർഗം ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളെ ഇങ്ങനെ നേരിടുക. ഇതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോഴത്തേനും നിനക്ക് എന്താടാ വാഴ നട്ടാൽ പോരായിരുന്നോ, ചോദ്യങ്ങൾ കറക്റ്റാണ്, പക്ഷേ നമ്മൾ അങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഓക്കെയാണ്, നമ്മൾ ഹെയ്റ്റ് ചെയ്യുന്നത് ഓക്കെയാണ്, പക്ഷേ അവനെ തല്ലാനും അവനെ ഉപദ്രവിക്കാനും അവനെ തിരിച്ച് ചീത്ത വിളിക്കാനും അവനെ ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവനും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ഇതിപ്പോൾ മാനസികമായി വകയിലുമുള്ള ആളാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഈ ചെയ്തതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആ രീതിയിലും പ്രതികരിക്കാം. ആളുകൾ അറിയട്ടെ, ഇങ്ങനെയും പ്രതികരിക്കാൻ സാധിക്കുമെന്ന് അറിയട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിനായി നന്ദി പറയുന്നു. അവസാനിപ്പിക്കുന്നു. ബൈ.